നിങ്ങളൊരു സിനിമ രണ്ടാമത് കാണുന്ന സമയത്ത് ഒരു പുതിയ സിനിമ കാണുന്ന ഫീൽ കിട്ടിയിട്ടുണ്ടോ? പടത്തിലെ മെയിൻ ട്വിസ്റ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് സെക്കൻഡ് വാച്ചിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുപോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ബ്രഹ്മയുഗം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ലേയേഴ്സ് ഓഫ് ബ്രഹ്മയുഗം. ഈ സിനിമ ആദ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മെയിനായി 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ചാത്തൻ ആദ്യമേ ഈ വെപ്പുകാരനെ കൊല്ലാതെ വിടുന്നു? എല്ലാവരുടെയും ഹിസ്റ്ററി മനസ്സിലാക്കുന്ന ചാത്തനെ എന്തുകൊണ്ട് വെപ്പുകാരൻ പോറ്റിയുടെ മകനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? അതുപോലെ എന്തുകൊണ്ട് വെപ്പുകാരൻ്റെയും തേവൻ്റെയും പ്ലാൻ മനസ്സിലാക്കുന്നില്ല? എന്റെ സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ തമ്പുരാന്റെ കയ്യിലല്ലേ? പിന്നെ ആലോചിച്ചപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായിരുന്നു. ഈ സിനിമയിലെ പല കൺഫ്യൂഷൻസിനും എക്സ്പ്ലനേഷൻ അതായിരുന്നു. ആൻഡ് ആ ഒരു റിയലൈസേഷൻ വെച്ച് പടം ഒന്നുകൂടെ കണ്ടപ്പോൾ സോ മെനി തിങ്സ് മേഡ് സെൻസ്. എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ആദ്യ സീൻ മുതൽ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. അതായത് തേവൻ മനയിലേക്ക് വരുന്നത് മുതൽ നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതുമെല്ലാം ചാത്തന് അറിയാമായിരുന്നു. എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാ. ഇനി അതാർക്കും ഒന്നും തിരുത്താൻ പറ്റില്ല. ഇനി ഈ ഇൻഫർമേഷൻ മനസ്സിൽ വെച്ച് നമുക്ക് ബ്രഹ്മയുഗം ഒന്നുകൂടി കണ്ടുപോകാം. ചാത്തൻ ഈ മനയെ ബന്ധനത്തിലാക്കിയ പോലെ ചാത്തനും ഈ മനയുടെ ബന്ധനത്തിലാണെന്ന് വെപ്പുകാരൻ പറയുന്നുണ്ട്. അത് തനിക്ക് ചുറ്റും സൃഷ്ടിച്ച ഒരു അധികാര വലയമുണ്ട്. ഒരേ സമയം അതിന്റെ അധിപനും തടവുകാരനുമാണ് ആ ചാത്തൻ. എത്രയോ വർഷങ്ങളായി അത് പുറത്തു കിടക്കാനാവാതെ മനയിൽ ബന്ധനസ്ഥനായി ജീവിക്കുകയാണ്. കുറെ കാലമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ. ഞാൻ ആ പഠിപ്പരം കടന്ന കാലം മറന്നു. ആ വിളക്ക് കെടുത്തുകയും മറ്റൊരു രൂപം സ്വീകരിക്കുകയും ചെയ്താലേ തനിക്ക് പുറത്തു കിടക്കാൻ പറ്റൂ എന്നും അത് തേവനാണെന്നും ചാത്തന് കൃത്യമായി അറിയാം. സിനിമയുടെ ആദ്യം തന്നെ യക്ഷി കോരനെ ആക്രമിച്ച് തേവനെ ഒറ്റയ്ക്കാക്കി മനയിലെത്തിക്കുന്നുണ്ട്. വെപ്പുകാരൻ വലിയ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും തേവനെ അവിടെ നിൽക്കാൻ പോറ്റി നിർബന്ധിക്കുന്നുണ്ട്. ഓരോ ഡയലോഗ്സിലും റിയാക്ഷനിലും എല്ലാം ചാത്തൻ ഈ മനയിൽ ബന്ധനസ്ഥനായി കഴിയുന്നതിന്റെ ഹിൻസ് കാണാം. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടളി തന്നെയാ നല്ലത്. അവസാനം തേവനും വെപ്പുകാരനും അധികാരത്തിന്റെ മോതിരത്തിന് വേണ്ടി തല്ലുകൂടുമ്പോഴും താഴെ വീണ മോതിരം എടുക്കാതെ അത് കണ്ട് രസിക്കുന്ന ചാത്തനെയും നമുക്ക് കാണാം. ഒരാളുടെ ആത്മാവിനെ ആവാഹിച്ച് അയാളുടെ രൂപം ഇമിറ്റേറ്റ് ചെയ്താണ് ചാത്തൻ ജീവിക്കുന്നത്. ചാത്തനെ അടിമയാക്കി വെച്ച ചുടലൻ പോറ്റിയുടെ അളവറ്റ ക്രൂരതകൾ കാരണമാണ് ചാത്തൻ അയാളെ കൊന്ന് മന അധീനതയിലാക്കുന്നത്. അയാൾ ചാത്തനെ അടിമയാക്കി ചങ്ങലക്കിട്ടതിന് പ്രതികാരമെന്ന പോലെയാണ് ചാത്തൻ കൊടുവൻ പോറ്റിയെ ചങ്ങലക്കിട്ട് അത്രയും നാൾ അടിമയാക്കി വെച്ചത്. എത്ര മനുഷ്യരൂപം ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തേവന്റെ രൂപം സ്വീകരിച്ച് മനയ്ക്ക് പുറത്ത് കിടക്കുമ്പോഴും ഒരു ചെറിയ ഡീറ്റെയിലായ കടുക്കൻ ചാത്തൻ മറക്കുന്നത്. പവറിൻ്റെയും ഒപ്രഷൻ്റെയും കൃത്യമായ രാഷ്ട്രീയം ഈ സിനിമയിൽ പറയുന്നുണ്ട്. ചുടലൻ പോറ്റി ചാത്തനെ അടിമയാക്കി വരിച്ച പോലെ തന്നെയാണ് അധികാരം കൈവന്നപ്പോൾ ചാത്തൻ വെപ്പുകാരനോട് പെരുമാറുന്നത്. ആ അധികാരം വീണ്ടെടുക്കാനാണ് വെപ്പുകാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതലേ കീഴ്ജാതിക്കാരനായ തേവനോടുള്ള ടെക്നിക്കലി ബ്രാഹ്മണനായ വെപ്പുകാരന്റെ നീരസം പ്രകടമാണ്. നീ ആരാടാ എന്നോട് ആജ്ഞാപിക്കാൻ? ഏതോ കോലോത്തി എച്ചില് നടന്നിരുന്ന എന്റെ അവസാനം അധികാരം കിട്ടാൻ വേണ്ടി തന്നെയാണ് തേവനും വെപ്പുകാരനും പരസ്പരം തല്ലുകൂടുന്നത്. അധികാരം ആരുടെ കയ്യിലിരുന്നാലും അത് ദുഷിക്കും. നിന്റെ കയ്യിലാണെങ്കിലും. ഇതിലെല്ലാം പുറമെ മനയിൽ നിന്ന് രക്ഷപ്പെട്ട വെപ്പുകാരനെ കൊല്ലുന്നത് 17ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്രസറായ പോർച്ചുഗീസ് ആർമിയാണ്. അധികാരം മനുഷ്യരെ എങ്ങനെയൊക്കെ ഭ്രമിപ്പിക്കും, ഒരാളെ അടിമയും ഒരാളെ ഉടമയുമാക്കും എന്നൊക്കെ ചിന്തിക്കാൻ ഈ സിനിമ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. തനിക്ക് പോകാൻ അനുവാദമില്ല. ചാത്തന് എല്ലാം അറിയായിരുന്നു എന്ന് പറയുമ്പോഴും പിന്നെ എന്തിനായിരുന്നു ചാത്തൻ താക്കോൽ ചോദിക്കുമ്പോൾ ഞെട്ടുന്നത്, മദ്യം കൊടുത്തതിന് വെപ്പുകാരനോട് ചൂടാവുന്നത്, വെപ്പുകാരൻ പോറ്റിയുടെ മകനാണെന്ന് എന്തുകൊണ്ട് അറിയുന്നില്ല എന്നെല്ലാമുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് പടത്തിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവന്റെ ഭരദ്വാജ് രംഗനുമായുള്ള ഇന്റർവ്യൂ കാണുന്നത്. അതിൽ പുള്ളി പറയുന്നത് ചാത്തന് ഉണ്ടാവാൻ പോകുന്ന ഡെസ്റ്റിനി അറിയാമെങ്കിലും അവിടേക്ക് എങ്ങനെ എത്തുമെന്നുള്ള വഴി അറിയില്ലായിരുന്നു എന്നാണ്. അതേപോലെ വെപ്പുകാരൻ്റെ കാലിൽ ഒരു ആംഗ്ലറ്റ്
ഉണ്ടെന്നും അത് മാന്ത്രികശക്തി ഉള്ളതായതുകൊണ്ടാണ് വെപ്പുകാരൻ്റെ രഹസ്യം ചാത്തൻ അറിയാതിരുന്നത് എന്നുമാണ് പുള്ളി പറയുന്നത്. ഈ മാന്ത്രിക തളയുടെയും ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ള കുറേ സീൻസ് പടത്തിൽ നിന്ന് ട്രിം ചെയ്തിട്ടുണ്ടെന്നും പുള്ളി അതിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. യു വിൽ ഗെറ്റ് ക്ലിയർ പിക്ചർ ഓൺ ദ ഡയറക്ടേഴ്സ് വ്യൂ. മമ്മൂക്കയെ പറ്റി പറയാതെ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഈ മനുഷ്യന് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് പറയുമ്പോൾ ഓരോ സിനിമയിലും ഇതുവരെ കാണാത്ത ഒന്ന് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. എസ്പെഷ്യലി ചാത്തൻ്റെ മോതിരം ഉരുളിക്കുമ്പോൾ വെപ്പുകാരനെ ശപിക്കുന്ന ഒരു സീനുണ്ട്. ഒരു അതർ വേൾഡ് എൻറ്റിറ്റി മനുഷ്യനാവുമ്പോഴുള്ള ആ ഒരു ബ്ലെൻഡ് അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത്. നിന്റെ തലയിലെടുത്ത് വീഴും. ബ്രഹ്മയുഗം നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റിയ ഒരു ഇൻ്റർനാഷണൽ അപ്പീലുള്ള സിനിമയാണ്. സിനിമയുടെ ആർട്ടായാലും മ്യൂസിക് ആയാലും സിനിമോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും ഓരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സും സിനിമയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വളരെയധികം ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് 2024 ഹാസ് ബീൻ എ ഗ്രേറ്റ് ഇയർ സോ ഫാർ. ഇനിയും നല്ല സിനിമകൾ വരട്ടെ, സീൻ മാറ്റട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ. ഇവിടെ ആരും തടയില്ല. പക്ഷേ ഈ മഴയത്ത് എങ്ങനെയാ പോവാ?